കോടമഞ്ഞിന്റെ താഴ്വരയിലേക്ക് എത്തിയതിന്റെ പ്രതീതിയിലേക്കാണ് ഓരോ പ്രഭാതങ്ങളും മിഴി തുറക്കുന്നത്. തണുത്തുറഞ്ഞ പുലരുകളും സുഖവാസങ്ങളും ആസ്വദിക്കാൻ പണം ചെലവാക്കി യാത്രയാകുന്ന സഞ്ചാരികൾക്കാണ് ധനുമാസ രാവുകൾ കോടമഞ്ഞുകളി സമ്മാനിക്കുന്നത്. കോടമഞ്ഞിന്റെ പുലരിയിലായിക്കായിരുന്നു സുദിനം മിഴി തുറന്നത്. മഞ്ഞിന്റെ പട്ടുവിരിയിച്ച വീഥികൾ അടുത്തെത്തിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന മഞ്ഞിന്റെ പരവതാനയിലായിരുന്നു ഏവരും. തണുത്ത അന്തരീക്ഷത്തിനു പുറമെ മഞ്ഞിന്റെ സൗന്ദര്യം വീഥികളിൽ നിറഞ്ഞു നിന്നു. അത്ര മനോഹരിത തീർത്തായിരുന്നു കോടമഞ്ഞ് ജില്ലയെ പുതപ്പിച്ചത്. പ്രഭാത സവാരിക്കാരടക്കം നിശ്ചലമായ നിമിഷങ്ങൾ. നേരം പുലർന്നിട്ടും വാഹനങ്ങൾ പ്രകാശം പരത്തിയാണ് കടന്നുപോയത്. തണുത്തുറഞ്ഞ പുലരികളും സായാഹ്നങ്ങളും കാണാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന നമ്മൾക്ക് മറ്റൊരനുഭൂതി നൽകുകയായിരുന്നു ഈ മൂടൽമഞ്ഞ്. അതിനാൽ തന്നെ ദൃശ്യവിരുന്നിനെ കൺകുളിർക്കെ കണ്ടാണ് ഏവരും യാത്രയാരംഭിച്ചത്. കോടയിറങ്ങി തണുത്തു വിറയ്ക്കുന്ന ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നുമല്ല ഇത്. ധനുമാസ കുളിരണിയിപ്പിച്ച് പ്രകൃതിയുടെ വിരുന്നൊരുക്കുകയാണ് മലപ്പുറത്തെ പുത്തനത്തണി നിവാസികൾക്കായി. പുത്തനത്തണിയിൽ നിന്നും അമൃത അശോക്, മലബാർ ടൈംസ്.